കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്കൊരു കാച്ചി എണ്ണ തയ്യാറാക്കാം. വേണ്ട സാധനങ്ങൾ നിങ്ങളെ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. കുഞ്ഞുള്ളി, സവാളയും കൂടെയാണ് ഇരിക്കുന്നത്. പിന്നെ നല്ല വൃത്തിയുള്ള കറിവേപ്പില ഇതളുകളായി പിച്ചിയെടുത്തത്, അതുപോലെ തന്നെ തുളസി ഇലയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്നും ഒട്ടും വെള്ളമയം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അതൊക്കെ തുണി കൊണ്ടും തുടച്ചെടുത്തിട്ടേ ഉള്ളൂ ഞാൻ. ഇനി വെള്ളമയം തീരെ ഇല്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് സവാളയും കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് അടിച്ചു വെച്ച്, അപ്പൊ അതിനകത്തൊക്കെ ആ സവാളയുടെയും കുഞ്ഞുള്ളിയുടെയും നീരിറങ്ങുമല്ലോ. ഇതിനകത്തേക്ക് തന്നെ കറിവേപ്പില ഇട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തപ്പം അത് ആ ഒരു പരുവമായി. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ വീണ്ടും തുളസി ഇല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ തുളസി ഇലയും കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാച്ചുന്ന പാത്രത്തിലോ എണ്ണ ഇളക്കുന്ന തവിയിലോ എവിടെയും ഒട്ടും വെള്ളാംശം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി കുറച്ച് അരിഞ്ഞില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ, നമ്മൾ ആ കാച്ചാൻ വെച്ചേക്കുന്നതിനകത്ത് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ആട്ടിയെടുക്കുക. അതിന് നല്ല മഷി പോലെ അരിഞ്ഞു കിട്ടും കേട്ടോ. ഒരുപാടങ്ങ് അരയണമെന്നില്ല, ചാറ് കിട്ടുന്ന രീതിയിലൊന്ന് അരയാ. ഇനി ബാക്കിയുള്ള വെളിച്ചെണ്ണ വെള്ളമയം ഒന്നും ഇല്ലാത്ത ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അടത്തിയിരിക്കുന്ന മരുന്ന് നമ്മൾ കളയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ മരുന്നുകളും കൈകൊണ്ട് തന്നെ, കയ്യിലും വെള്ളമയം കാണരുത് കേട്ടോ. നല്ല രീതി തൂത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കുക, തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ. കുറഞ്ഞ തീയിൽ വേണം. എണ്ണയൊന്ന് മൂത്ത് വരാറൊക്കെ ആകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ശകലം തീ കൂട്ടാം, അല്ലെങ്കിൽ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം എണ്ണ എപ്പോഴും കാച്ചാൻ. നല്ല ക്ഷമ വേണ്ട ഒരു പരിപാടിയാണോ എന്ന് ചോദിച്ചാൽ അതെ, നല്ല ക്ഷമ വേണ്ട ഒരു പരിപാടി തന്നെയാണ് എണ്ണ കാച്ചൽ. ഈ കൈ കൊണ്ട് ഞാൻ കാണിക്കുന്നത് 5 മിനിറ്റ് കഴിയട്ടെ, അതിനുശേഷം കാണാമെന്നാണ് കേട്ടോ. ഇതാണ്ടേ, അതിനുശേഷം നമ്മൾ കണ്ടിരിക്കുകയാണ്. അതിനുശേഷമുള്ള പരിപാടിയാണ് ഈ കാണുന്നത്. അപ്പൊ എല്ലാം നല്ല മിക്സ് ചെയ്ത് ആ പച്ച കളറൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ നെല്ലിക്കായും പിന്നെ കയ്യൂന്നിയും പിന്നെ ചെമ്പരത്തി പൂവ്, ചെമ്പരത്തി ഇല, ഈ ഐറ്റംസ് ഒക്കെ കറ്റാർവാഴയൊക്കെ ചേർക്കാറുണ്ട്. ഈ പ്രാവശ്യം ഇതൊന്നും കിട്ടിയില്ല. കുഴപ്പമില്ല, അതിനെക്കാട്ടിയൊക്കെ നല്ലതാണല്ലോ. തുളസിയും കറിവേപ്പിലയും ഉള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നല്ലതാട്ടോ. താരം വരാതിരിക്കാൻ ഉള്ളി സഹായിക്കും. കറിവേപ്പില മുടിക്ക് കറുപ്പ് നൽകും, അതുപോലെ മുടി വളരും. തുളസി അതുപോലെ തന്നെ തണുപ്പൊക്കെ നൽകും കേട്ടോ, പനിയൊന്നും വരത്തില്ല. അപ്പൊ നല്ലപോലെ എണ്ണ മൂത്ത ഒരു പരുവായപ്പോ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇനി അച്ചായിയാണ് അതായത് എണ്ണ നമ്മൾ ഒരു ദിവസം അങ്ങനെ അനക്കാതെ വെച്ചതിന് ശേഷമാണ് ഈ എണ്ണ നമ്മളിങ്ങനെ കിഴികെട്ടി പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഒരു ദിവസം നമ്മൾ ഇന്ന് കാച്ചിയ പിറ്റേ ദിവസം അതേ സമയമാകുമ്പോഴേ എടുക്കത്തുള്ള എണ്ണ. അടയ്ക്കാനും പാടില്ല കേട്ടോ. അടച്ച ഈർപ്പം വീഴും. അടയ്ക്കാതെ തുറന്ന് തന്നെ വെച്ചേക്കണം എണ്ണ. അങ്ങനെ കണ്ടേ അച്ചായി ആ ഒരു കിഴി കെട്ടി അതിനകത്തേക്ക് എണ്ണ നല്ല രീതിയിൽ, നമ്മളൊന്നും പിടിച്ചാൽ പറ്റത്തില്ല. കാര്യം അച്ചായിക്ക് നല്ല ഇത്തിരി ആരോഗ്യമുണ്ട് എന്റെ കൊച്ചിന്. അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുത്താണ്ട് ചണ്ടിയാണ് ഈ കാണുന്നത്. അപ്പൊ അത്രയ്ക്കും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ പ്രാവശ്യം എണ്ണ കാച്ചുന്ന കുപ്പി ഈ പ്രാവശ്യം കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യത്തേക്ക് അത് എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ ഈ കുപ്പിയിലോട്ട് കണ്ട എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട്, സുഖമായിട്ട് തേക്കാം. അപ്പൊ ഒരു കുഞ്ഞ് എണ്ണ കാച്ചുന്ന വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഓക്കെ കൂട്ടുകാർ, വേറൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ടാറ്റാ.